എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കാൻ പോകുന്നത് ആഗ്രഹ സാഫല്യത്തിനായിട്ട് ജപിക്കാവുന്ന ഒരു വാരാഹി മന്ത്രത്തെയാണ്. അർദ്ധരാത്രിയിലെ വാരാഹി മന്ത്രജപം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തടസ്സങ്ങളും നീങ്ങുന്നതാണ്. സപ്തമാതാക്കളിൽ 5ാം സ്ഥാനം വഹിക്കുന്ന ദേവിയാണ് വാരാഹി ദേവി. ദേവിയെ വിളിച്ച് ആരാധിക്കുന്ന ഭക്തരിൽ അമ്മ സ്വന്തം മക്കളെ എന്ന പോലെ കാത്തു പരിപാലിക്കുന്നതാണ്. വളരെ വേഗം പ്രസാദിക്കുന്ന ദേവതമാരിൽ ഒരാളാണ് വാരാഹി ദേവി. മന്ത്രം ജപിക്കുമ്പോൾ മന്ത്രത്തെയും ഏത് ദേവിമാരുടെ മന്ത്രമാണോ അവരോട് ആരാധനയും വിശ്വാസവും ഭക്തിയും ഉണ്ടായിരിക്കണം. നമ്മൾ ഏതൊരു മന്ത്രം ജപിക്കുന്നതിന് മുമ്പും ആരാധിക്കേണ്ട ദേവനാണ് വിഘ്നേശ്വരൻ. ആദ്യം നമ്മൾ വിഘ്നേശ്വരനെ ആരാധിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. വാരാഹി ദേവിയുടെ ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് രാത്രിയിലാണ്. രാത്രി 8 മണിക്ക് ശേഷമാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. രാത്രി കാലങ്ങളിൽ ആരാധിച്ചാൽ ശക്തി കൂടുതൽ ലഭിക്കുന്ന ദേവതയാണ് വാരാഹി ദേവി. ആരൊക്കെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കില്ല എന്ന് പറഞ്ഞാലും ഈ ഒരു മന്ത്രം ജപിച്ച് വാരാഹി ദേവിയെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക. അതായത് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. ഒരു കാരണവശാലും മറ്റൊരു വ്യക്തി നശിക്കുവാനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ആപത്തുണ്ടാകുവാനോ ഈ ഒരു മന്ത്രജപത്തിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുവാൻ പാടുള്ളതല്ല. 21 ദിവസം മുടങ്ങാതെ വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാനായിട്ട്. അതും 21 പ്രാവശ്യം വേണം. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഒരു ദിവസം ജപിക്കാൻ സാധിച്ചില്ല എങ്കിൽ പിറ്റേ ദിവസം 1 എന്ന് മുതൽ തുടങ്ങി വേണം ജപിക്കുവാനായിട്ട്. ആർക്ക് വേണമെങ്കിലും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഈ ഒരു വാരാഹി മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. 21 ദിവസം 21 പ്രാവശ്യം വേണം നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുവാനായിട്ട്. 5 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മന്ത്രത്തെ പരിചയപ്പെടാം.